പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. രാവിലെ നമ്മൾ റോഡിൽ കൂടി നടക്കാനിറങ്ങുന്ന പതിവാണ്. നടക്കാനിറങ്ങുന്ന സമയത്ത് തെരുവ് പട്ടികൾ നമ്മളെ നോക്കി കുരയ്ക്കാറുണ്ട്. പക്ഷെ അങ്ങനെ കുരയ്ക്കുന്ന തെരുവ് പട്ടികൾക്ക് നേരെ നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞാൽ അതിൻ്റെ നിലവിളി ഉച്ചത്തിലാകും എന്നുള്ളതല്ലാതെ അത് നമ്മളെ കടിക്കത്തില്ല. ഇനി സിബി തോമസ് ഏത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നു. എറണാകുളം ജില്ലയിലെ അങ്കമാലി നിയോജക മണ്ഡലത്തിലെ അയ്യമ്പുഴ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു സിബി തോമസ്. അന്ന് ആരായിരുന്നു എൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ്? ശ്രീ PV സജീവനായിരുന്നു അന്നത്തെ നിയോജക മണ്ഡലം പ്രസിഡന്റ്. അദ്ദേഹം ഇന്ന് എറണാകുളം DCCയുടെ സെക്രട്ടറി ആയിട്ട് ഈ അങ്കമാലിയിൽ തന്നെയുണ്ട്. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗമായിരുന്നു അഡ്വക്കേറ്റ് ഷിയോ പോൾ. അദ്ദേഹമായിരുന്നു എൻ്റെ പൊളിറ്റിക്കൽ മെൻറ്റർ. അതുകൂടാതെ തന്നെ പറഞ്ഞുതരാം, അന്ന് അങ്കമാലി MLA ആയിരുന്നത് ശ്രീ PJ ജോയി ആയിരുന്നു. ശ്രീ PJ ജോയി XMLA ഇപ്പോൾ KPCCയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. ഇനി അതുകൂടാതെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ശ്രീ PT പോൾ, അദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ല. എനിക്ക് ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത എൻ്റെ ഒരു ഗുരുസ്ഥാനത്തുള്ള ആളാണ് ശ്രീ PT പോൾ എന്ന് പറയുന്നത്. ഇനി വേറെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്നത് എറണാകുളത്തെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ എക്കാലത്തെയും ആവേശമായിരുന്ന ശ്രീ KC രമേശ് ചേട്ടനായിരുന്നു. അന്ന് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നത് ഇന്ന് കോൺഗ്രസിൻ്റെ എല്ലാമായിട്ടുള്ള ശ്രീ KC വേണുഗോപാലായിരുന്നു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് സേവാദളിൻ്റെ മണ്ഡലം ചെയർമാനായിരുന്നു. അന്ന് എൻ്റെ നിയോജക മണ്ഡലം ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ AK സുരേന്ദ്രനായിരുന്നു. അന്ന് ജില്ലാ ചെയർമാൻ സേവാദളിൻ്റെ ശ്രീ രാജു മലയിലായിരുന്നു. ഇനി ഞാനൊരു സാമ്പത്തിക തട്ടിപ്പുകാരനാണെങ്കിൽ ഞാൻ ഒരു നിയമത്തിനും അതീതനല്ല, വിധേയനാണ്. ഇവിടെ കോടതിയുണ്ട്, പോലീസുണ്ട്. അവർക്ക് ധൈര്യമായിട്ട് പോലീസിനെയോ കോടതിയോ സമീപിക്കാം. ഇന്നലെ രാവിലെ കോൺഗ്രസിൽ വന്നവർ ഞാൻ പടിയിറങ്ങിയ കോൺഗ്രസ് തറവാടിൻ്റെ അടുക്കളപ്പുറത്തെ എച്ചിൽ കഴിച്ചതിന് ശേഷം കീശ്വാസം വിടുമ്പോൾ ആ കീശ്വാസത്തിന് സുഗന്ധമുണ്ട് എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് സംസ്കാരം അറിയാത്ത കോൺഗ്രസ്കാർ എന്ന് നടിച്ചു നടക്കുന്നവരോട് നാളെ ഇതിവർ നിങ്ങൾക്ക് വലിയൊരു ബാധ്യതയായിട്ട് മാറും എന്നുള്ള കാര്യം എഴുതി വെച്ചോളൂ. പിന്നെ ഈ താഴെക്കൂടെ സ്ക്രോൾ ചെയ്യുന്ന ഫോട്ടോസൊക്കെ ഞാൻ AI നിർമ്മിച്ചതല്ല, ഇത് സത്യമാണ്.